السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ഒരു പ്രസംഗം നടത്തി. അപ്പോൾ ഒരാൾ ചോദിച്ചു, അയ്യുന്നാസി അഅലം, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അറിവുള്ള ആൾ ആരാണ്? ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ റസൂലാണ്, അള്ളാഹുവിൻ്റെ വഹി വരുന്നുണ്ട്. മൂസാ നബി പറഞ്ഞു, ഞാനാണ് ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾ. ശരിക്കും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അവിടെ അള്ളാഹു അലം എന്ന് പറയലായിരുന്നു മര്യാദ. അപ്പോൾ അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു തിരുത്തുകയാണ്. അള്ളാഹു പറയുന്നുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട്, ബല അബ്ദും മിൻ ഇബാദി ബിമജ്മഉൽ ബഹ്റൈൻ, മജ്മഉൽ ബഹ്റൈനിൽ എൻ്റെ ഒരു അടിമയുണ്ട്. ഹുവ അഅലമു മിൻക്, ആ അടിമ നിന്നെക്കാളും അറിവുള്ള ആളാണ്. അപ്പോൾ ഉടനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഐ റബ്ബ് കൈഫ സബീലു ഇലൈഹി, അങ്ങനെയാണെങ്കിൽ ആ അടിമയുടെ അടുത്തേക്ക് എനിക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക? അങ്ങോട്ടുള്ള മാർഗം എന്താണ്? അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂഷ ബിൻ നൂനെയും കൂട്ടിയിട്ട് ഖിളിർ അലൈഹി ഇസ്ലാമയെ തേടിയിട്ട് യാത്ര തുടങ്ങുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ആ യാത്ര വായിക്കുന്നുണ്ട്. യൂഷ ബിൻ നൂനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, വഇദ് ഖാല മൂസ ലിഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംദിയ ഹുഖുബ, എത്ര ദൂരം യാത്ര ചെയ്യാൻ ഞാൻ റെഡിയാണ്, മജ്മഉൽ ബഹ്റൈനിൽ എത്തുന്നത് വരെ ഈ യാത്ര തുടരും, അതല്ല എത്ര ദൂരം ഖിളിർ അലൈഹി ഇസ്ലാമയെ കണ്ടുമുട്ടാൻ ഞാൻ യാത്ര ചെയ്യണോ സഞ്ചരിക്കണോ അതിന് ഞാൻ സന്നദ്ധനാണ്. പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം അറിവ് നേടുന്നിടത്തുള്ള ഒരു ആവേശവും താല്പര്യവുമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലാണ്. മൂസാ നബി നുബുവത്തുള്ള ആളാണ്, വഹി വരുന്ന ആളാണ്. എന്നാൽ എന്നെക്കാളും അറിവുള്ള ഒരാൾ മജ്മഉൽ ബഹ്റൈനിൽ ഉണ്ട് എന്നറിയുമ്പോൾ അങ്ങോട്ട് എത്ര ത്യാഗം സഹിച്ച് യാത്ര ചെയ്യാനും ഞാൻ സന്നദ്ധനാണ് എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രഖ്യാപിക്കുന്നത്. ആ ഒരു ആവേശവും താല്പര്യവും അറിവന്വേഷിക്കുന്നിടത്ത് നമുക്കും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയെ പറ്റി കേൾക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല. അദ്ദേഹത്തിൻ്റെ ഉസ്താദായിരുന്നു ഇമാം സഅദി റഹിമഹുല്ലാ. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയും കുറച്ച് വിദ്യാർത്ഥികളും ഇമാം സഅദി റഹിമഹുല്ലാഹു തആലയുടെ അടുക്കൽ ചെന്നിട്ട് ഇബ്നു റജബ് റഹിമഹുല്ലാഹു തആലയുടെ അൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്ന ഗ്രന്ഥം വായിച്ചു തുടങ്ങാണ്. അത് കുറച്ചൊരു കട്ടിയും കനക്കുള്ളൊരു കിതാബാണ്. അങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ കുറേ ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ആളുകൾ കൊഴിയാൻ തുടങ്ങി. അവസാനം ഇമാം സഅദി റഹിമഹുല്ലാഹു തആല ആ കിതാബ് പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹു തആല മാത്രമാണ്. ആ കിതാബ് പൂർത്തിയാക്കിയ സന്തോഷത്തിൽ ഇമാം സഅദി റഹിമഹുല്ലാഹു തആല അന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലക്ക് ഒരു ആപ്പിൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, ഹദിയയായിട്ട് കൊടുക്കാൻ. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അന്നാണ് ആപ്പിൾ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഇമാം സഅദി റഹിമഹുല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഇത് ഞാൻ വേവിക്കണോ, എങ്ങനെയാണിത് കഴിക്കേണ്ടത്, അങ്ങനെ മുറിച്ച് തിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ആദ്യമായിട്ട് ആപ്പിൾ കഴിക്കുന്നത്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയുടെ ഈ സംഭവം നമ്മളോട് പറയുന്നത്, ഇൽമ് എന്നുള്ളത് 1-2 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്നൊരു സംഗതിയല്ല. എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നതാണ് വിജ്ഞാനം, അറിവ് എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് കാലത്തെ പരിശ്രമം കൊണ്ടും പ്രയത്നം കൊണ്ടുമാണ്
ഒരാൾക്ക് അറിവ് കിട്ടുക, ഇൽമ് കിട്ടുക. അപ്പം നമ്മൾ ഒരു എളിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. എളിയ സംരംഭം എന്ന് പറഞ്ഞത് ഇത് നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത്, ഞാനാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം വളരെ വലുതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്ന വഴികളിലൂടെ നമ്മളും ഒന്ന് നടക്കാൻ ശ്രമിക്കുകയാണ്. ഒരു യാത്രക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വമ്പിച്ച കൂലിയും പ്രതിഫലവും നമ്മൾ ഓരോരുത്തരും കൊതിക്കുക. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മൾ വായിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ആരംഭിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടിയുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ലീഡറിൻ്റെ, അല്ല മനുഷ്യരുടെ തന്നെ ലീഡറുടെ, അന സയ്യിദു വലദി ആദം, ആ ലീഡറുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരെ പറ്റി കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. നബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നബിൻ്റെ ചരിത്രം മാത്രമല്ല നമ്മൾ വായിക്കുന്നത്, നബി ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാരുടെ ചരിത്രം കൂടിയാണ്, അവരുടെ ജീവിതം കൂടിയാണ് നമ്മൾ കേൾക്കുന്നത്. വകുൽ ഇന്ന ഖൈറൻ നാസി ബഅദ മുഹമ്മദിൻ വസീറാഹു ഖിദ്മൻ സുമ്മ ഉസ്മാനുൽ അർജഹു വറാബിഉഹും ഖൈറുൽ ബരിയത്തി ബഅദഹും അലിയുൻ ഹലീഫുൽ ഖൈരി ബിൽ ഖൈരി മുൻജിഹു وإنهم للرهط لا ريب فيهم على نجب الفردوس بالنور تسرح سعيد وسعد وابن عوف وطلحة وعامر فهر والزبير الممدح. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തൊരു ജനതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണവർ. അല്ല, നബിമാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരാണ്. ഈ യാത്ര അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ വായിക്കുന്നത്, നബി ചരിത്രം അടുത്തറിയാൻ ശ്രമിക്കുന്നത്? ആ ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാതെ നമുക്ക് വിജയിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയം കൊണ്ട് അടുത്തറിയാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ഈമാനുള്ള ഒരു മനുഷ്യനാണോ അയാൾക്ക് ഏറ്റവും മുന്നിലുണ്ടാവുക അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തം ശരീരത്തെക്കാളും വലുത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. അപ്പം നബിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അത് വെറുതെ വാക്കുകൊണ്ട് പറയേണ്ടതല്ല, നമ്മുടെ വാചകം കൊണ്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമല്ല, അത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിക്കണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന്. അപ്പം നബിനെ അടുത്തറിയാതെ നമുക്ക് നബിയെ ശരിക്കും സ്നേഹിക്കാൻ പറ്റുമോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ശരിക്കും പഠിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ? ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളുള്ളയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുക? അപ്പോൾ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളുള്ള പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുക. ഇന്ന് വായിച്ച പേജ് നിങ്ങൾ നാളെ വായിച്ചാൽ ഇന്ന് നിങ്ങൾ നബിയെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ നാളെ സ്നേഹിക്കും. നാളെ വായിച്ച അതേ പേജ് നിങ്ങൾ മറ്റന്നാൾ വായിച്ചാൽ നിങ്ങൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ 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 സ്നേഹിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിഞ്ഞ ഒരാൾക്കും ആ ഹബീബിനെ വെറുക്കാൻ കഴിയൂല. സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നജിദിൻ്റെ ഭാഗത്തേക്ക് ഒരു സൈന്യത്തെ, ഒരു ചെറിയ സംഘത്തെ നിയോഗിക്കുകയാണ്. ഒരു സൈനിക നീക്കമായിരുന്നു അത്. മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അവർ തിരിച്ചു വന്നത് സുമാമത്ത് ബിൻ ഉസാലിനെയും പിടിച്ചിട്ടാണ്.
ഇസ്ലാമിനോട് അങ്ങേയറ്റത്തെ വിരോധമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടുത്ത ശത്രുതയുണ്ട്. ആ മനുഷ്യനെയും പിടിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ മദീന പള്ളിയിലേക്ക് വരുന്നത്. മദീന പള്ളിയുടെ ഒരു തൂണിൽ സുമാമയെ അവർ കെട്ടിയിട്ടു. 3 ദിവസമാണ് സുമാമത്ത് ബിൻ ഉസാൽ മദീന പള്ളിയിൽ ഉണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1-ാമത്തെ ദിവസം വന്നു. സുമാമയോട് സംസാരിക്കുകയാണ്. മാ ഇൻദക യാ സുമാമ, എന്താണ് നിന്റെ വിവരങ്ങൾ, എന്താണ് വാർത്ത? അപ്പോൾ സുമാമ പറഞ്ഞു, ഇൻ തഖ്തുൽനി തഖ്തുൽ അദാദമിൻ വ ഇൻ തുൻഇം തുൻഇം അലാ ഷാക്കിർ. നിങ്ങൾ എന്നെ കൊന്നുകളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും രക്തത്തിന് വിലയുള്ള ഒരാളെയാണ് നിങ്ങൾ കൊന്നുകളയുന്നത്. അത് പകരം ചോദിക്കാൻ ആളുണ്ടാകും. ഞാൻ ചില്ലറക്കാരനല്ല. ഇനി നിങ്ങൾ എന്നോട് ശുക്ർ കാണിക്കുകയാണെങ്കിൽ, എന്നെ വിട്ടയക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. 1-ാമത്തെ ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞുപോയി. അന്ന് മദീന പള്ളിയിൽ നടക്കുന്ന നിസ്കാരങ്ങൾ സുമാമത്ത് ബിൻ ഉസാൽ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് സുമാമ നിരീക്ഷിക്കുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. 2-ാമത്തെ ദിവസമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. സുമാമയോട് ചോദിച്ചു, എന്താണ് പുതിയ വിവരങ്ങൾ? സുമാമക്ക് പുതിയതായിട്ടൊന്നും പറയാനില്ല. കൊന്നുകളയാണെങ്കിൽ അതിന് പകരം ചോദിക്കാൻ ആളുണ്ടാകും. അതല്ല, നിങ്ങൾ എന്നോട് ശുക്ർ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ നന്ദി കാണിക്കുന്ന ഒരാളോട് തന്നെയാണ് ശുക്ർ കാണിക്കുന്നത്. അതിനെത്ര പണം മുടക്കാനും ഞാൻ റെഡിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. സുമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പുസ്തകം 2-ാമത്തെ ദിവസവും ശരിക്കും വായിച്ചു. 3-ാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ വന്നു. സുമാമയോട് ചോദിച്ചു, എന്താണ് വിവരങ്ങൾ? സുമാമത്ത് ബിൻ ഉസാലിന് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പറഞ്ഞതേ പറയാനുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട അനുചരന്മാരോട് പറഞ്ഞു, അത്ലിഖു സുമാമ, നിങ്ങൾ സുമാമയെ കെട്ടയച്ചു വിടുക, അയാൾ പോയിക്കോട്ടെ. സുമാമത്ത് ബിൻ ഉസാൽ തിരിച്ചു പോകുന്നത് യമാമയിലേക്കല്ല, അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കല്ല. പോയി കുളിച്ചു തിരിച്ചു വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് പറയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്നിട്ട് നബിനോട് പറയുന്ന കുറച്ച് വർത്താനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലേ, മാ കാന അലൽ അർളി വജ്ഹുൻ അബ്ഗദ ഇലൈഹി മിൻ വജ്ഹിക്. എൻ്റെ മനസ്സിൽ നിങ്ങളുടെ മുഖത്തിനോടുള്ള വെറുപ്പിനേക്കാളും വെറുപ്പുള്ള വേറൊരു മുഖം ഉണ്ടായിരുന്നില്ല. ഞാൻ ഏറ്റവും വെറുക്കുന്ന മുഖം നിങ്ങളുടെ മുഖമായിരുന്നു. എന്നാൽ ഇന്ന് അഹബ്ബൽ വുജൂഹി ഇലയ്യ, എനിക്കേറ്റവും പ്രിയപ്പെട്ട മുഖം അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളുടെ മുഖമാണ്. സുമാമത്ത് ബിൻ ഉസാൽ വീണ്ടും തുടരുന്നു, വല്ലാഹി മാ കാന മിൻ ദീനിൻ അബ്ഗദ ഇലയ്യ മിൻ ദീനിക്. നിങ്ങളുടെ ദീനിനേക്കാളും എനിക്ക് വെറുപ്പുള്ള, ദേഷ്യമുള്ള വേറൊരു ദീനും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദീൻ അത് നിങ്ങളുടെ ദീനാണ്, അത് ഇസ്ലാമാണ്. മദീനയെക്കാളും ഞാൻ വെറുക്കുന്നൊരു നാടുണ്ടായിരുന്നില്ല. എന്നാൽ അഹബ്ബൽ ബിലാദി ഇലയ്യ, ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് അത് മദീനയാണ്. പ്രിയപ്പെട്ടവരെ, 2 സുമാമമാരും തമ്മിൽ നല്ല അന്തരമുണ്ട്. 1-ാമത്തെ സുമാമ ആരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അറിയാത്ത സുമാമയാണ്. 2-ാമത്തെ സുമാമ ആരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പഠിച്ച സുമാമയാണ്. അതാണ് അവർ തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ. ഹൃദയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ പാകത്തിന് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിച്ചിട്ടുണ്ടോ? നബിയുടെ ജീവിതം ജനനം മുതൽ മരണം വരെ വായിച്ച എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെങ്കിലും നമുക്കറിയുമോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജാമിയത്തുൽ ഹിന്ദിലേക്ക് ഇൻ്റർവ്യൂവിന് വന്ന ഒരു കുട്ടിയോട് ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് ആയിഷ റളിയല്ലാഹു അൻഹ? അപ്പോൾ ആ കുട്ടി തിരിച്ചു ചോദിച്ച ചോദ്യം, ആയിഷ ബീവി റസൂലിൻ്റെ മോളല്ലേ എന്നാണ്. ആയിഷ ബീവി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളല്ലേ എന്നാണ്. ശരിക്കും അത് ഏതെങ്കിലും ഒരു 15-കാരൻ്റെയോ 16-കാരൻ്റെയോ ഉത്തരമല്ല, മറുചോദ്യമല്ല. മറിച്ച് അതേ പ്രായത്തിലുള്ള ഒരുപാട് വിദ്യാർത്ഥികളുടെ, ഒരുപാട് കുട്ടികളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അവനവിടെ ഇരിക്കുന്നത്. നമ്മുടെ മക്കളോടൊക്കെ നമ്മളൊന്ന് ചോദിച്ചു നോക്കണം എന്താണ് അവരുടെ മറുപടി എന്ന് അറിയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ സഹാബിമാരും മുൻഗാമികളും അവരുടെ മക്കളെ ശരിക്കും പഠിപ്പിച്ചിരുന്നു. അലി ബിൻ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയാണ്.
അദ്ദേഹം പറയുന്നുണ്ട്, കുന്നാ നുഅല്ലമു മആസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ നുഅല്ലമു സൂറത മിനൽ ഖുർആൻ. സുബ്ഹാനല്ലാഹ്. ഖുർആനിലെ ഒരു സൂറത്ത് എങ്ങനെയാണോ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്, അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങളുടെ ചരിത്രങ്ങൾ അവർ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ സഹാബിമാരിലെ ചെറിയ കുട്ടികൾക്ക് അറിയാമായിരുന്നു. അവരുടെ ജീവിതം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ മക്കൾക്ക് പകർന്നു കൊടുത്തിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, ബദറും ഉഹദും ഖന്ദക്കും ഹുനൈനും തബൂക്കും ഒക്കെ നമ്മുടെ മക്കൾക്കും അറിയുമെന്നാണ്. ആദ്യം നമുക്കറിയുമോ എന്നാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ബദറിൻ്റെ വരിയിൽ നിൽക്കുകയാണ്. ശത്രുക്കൾ മുമ്പിൽ മുഖാമുഖം നിൽക്കുന്ന സമയം ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടതും വലതും രണ്ട് ചെറുപ്പക്കാർ അവർ ചീറിപ്പാഞ്ഞ് വന്ന് നിൽക്കുകയാണ്. ഒരാൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിൻ്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, യാ അം ഹൽ തഅരിഫു അബാ ജഹൽ, നിങ്ങൾക്ക് അബൂജഹലിനെ അറിയോ? അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്ന കുട്ടികൾ അൻസാരികളാണ്, മദീനക്കാരാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മക്കക്കാരനാണ്. ഈ കുട്ടികൾ അബൂജഹലിനെ കണ്ടിട്ടില്ല, അവർക്ക് അറിയില്ല ആരാണ് അബൂജഹൽ എന്ന്. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അവരോട് ചോദിക്കുന്നുണ്ട്, ലിമാദാ തസ്അലു അൻഹു യബ്ന അഖി, എന്തിനാണ് അബൂജഹലിനെ പറ്റിയിട്ട് നിങ്ങൾ ചോദിക്കുന്നത്? അബൂജഹൽ ആരാന്ന് അറിഞ്ഞിട്ട് എന്താണ് കാര്യം? അപ്പോൾ ആ കുട്ടികൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു പറയുന്ന മറുപടി, ഉഖ്ബിർതു അന്നഹു യസുബ്ബു റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂജഹൽ ഞങ്ങളുടെ റസൂലിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, ഇവർ അൻസാരികളാണ്, മദീനക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്ത് ഇവർ കൂടെ ഇല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലം എന്തായിരുന്നു എന്ന് അവർ കേട്ടിട്ടുണ്ട്, അവർ അറിഞ്ഞിട്ടുണ്ട്, അവർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അബൂജഹലിനെയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ പാളയത്തിൽ നിന്ന് അബൂജഹലിനെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അതാ ആ കാണുന്നതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ, മുആദ് ബിൻ അംറും മുആദ് ബിൻ അഫ്റാവും. അവർ രണ്ടുപേരും രണ്ട് ഫാൽക്കൺ പക്ഷികളെപ്പോലെ ശത്രുപാളയത്തിലേക്ക് കടന്നു കയറുകയാണ്. എന്നിട്ട് അബൂജഹലിനെ തീരുമാനമാക്കുകയാണ്. അബൂജഹലിനെ ബദർ യുദ്ധത്തിൽ വധിക്കുന്നത് ആ രണ്ട് കുട്ടികളാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠതാണ്, അൻസാരികളായ ആ രണ്ട് കുട്ടികൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തെ പറ്റിയിട്ട് ശരിക്കും അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പറയാറുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ വായിക്കാനുള്ള ഒരു ഗ്രന്ഥം, ഒരു പുസ്തകം, ഏത് ഭാഷയിലും ആയിക്കോട്ടെ, അവർക്ക് തിരിയുന്ന ഏത് ഭാഷയിലും ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു പുസ്തകം നമ്മുടെയൊക്കെ വീട്ടിലുണ്ടോ, നമ്മുടെയൊക്കെ പുരയിലുണ്ടോ? നിങ്ങൾ 3, 4, 5 വയസ്സായ കുട്ടികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നല്ല രസമാണ്. അവർ ചോദിച്ചു വരും. ഒരു ദിവസം നമ്മൾ പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസം അവർ പറയും, ഞങ്ങൾക്ക് അബ്രഹത്തിനെ പറ്റിയിട്ട് കേൾക്കണം, ആനക്കാലത്തെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ വഫാത്തായിട്ട് പിന്നെ നബിക്ക് എന്താണ് സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ പറ്റിയിട്ട് നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മുടെ നെഞ്ചത്ത് കെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ അവരുടെ കാതുകളിൽ നമ്മൾ മന്ത്രിക്കണം, അവർക്ക് നമ്മൾ ഓതിക്കൊടുക്കണം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈമാനിൻ്റെ ഗ്രാഫ് ഉയരും, നമ്മുടെ ഈമാനിൻ്റെ മൂർച്ച കൂടും. സൂറത്ത് ഹൂദിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് നബിമാരുടെ കഥകൾ വിവരിച്ചു കൊടുത്തിട്ട് അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുൽ, ഈ നബിമാരുടെയൊക്കെ വർത്തമാനം ഞാൻ എന്തിനാണ് നിനക്ക് പറഞ്ഞു തന്നത്? മാ നുസബ്ബിതു ബിഹി ഫുആദക്, നിന്റെ ഹൃദയത്തിന് ഉറപ്പ് കിട്ടാനാണ്, നിനക്ക് സ്ഥൈര്യം കിട്ടാനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു മുൻകാല നബിമാരെ പറ്റിയിട്ട്, റസൂലുമാരെ പറ്റിയിട്ട് വിവരിച്ചു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് സ്ഥൈര്യം കിട്ടാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈമാനിൻ്റെ ഗ്രാഫ് ഉയരും, സംശയം വേണ്ട. സൂറത്തു ഹുജറാത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. ആരാണ് ശരിക്കും ഈമാനുള്ള ആൾക്കാർ? അവർ വിശ്വസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞവരാണ്, പിന്നെ അവർക്ക് അതിലൊരു സംശയവുമില്ല, സന്ദേഹങ്ങളില്ല. ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ഈമാൻ കൂടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അൻ യതഫക്കറ ഫി മഖ്ലൂഖാത്തില്ലാ,
അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പറ്റിയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റിയിട്ടും അവൻ്റെ സൃഷ്ടികളെ പറ്റിയിട്ടും ആലോചിക്കുമ്പോൾ നമ്മുടെ ഈമാൻ കൂടും. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ ദീൻ എത്ര സമ്പൂർണ്ണമാണ്, എത്ര പരിപൂർണമാണ്. ഇതുപോലത്തെ ഒരു ദീന് വേറെ ആർക്കാണുള്ളത്? ആ ദീനിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഈമാൻ കൂടും. മൂന്നാമത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ വായിക്കുക, ആ സീറയിലെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുക എന്നാണ്. നാലാമത്തൊരു കാര്യം, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായിട്ട് ഓർക്കുക. ദിക്ർ ചെല്ലുന്ന ആളുകൾക്ക് ഈമാൻ കൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ, ചരിത്രം, പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാനുള്ള ഊർജമാണ്. നമ്മുടെ കാലുകൾ ഇടറുമ്പോൾ നമുക്ക് കുത്തിപ്പിടിക്കാനുള്ള ഊന്നുവടിയാണ്. കടുത്ത പരീക്ഷണങ്ങളിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്ന ഇന്ധനമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ തണലിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്നു. അലാ തദ്ഉ ലനാ അലാ തസ്തൻസിറു ലനാ, അള്ളാഹുവിൻ്റെ റസൂൽ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ? നിങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായം ചോദിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ സഹാബിമാർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ നേർചിത്രമാണ് ഖബ്ബാബ്. പുറത്ത് മാംസമില്ല. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ യജമാനൻ പൊള്ളിച്ചതാണ്, ശരീരം പൊള്ളിച്ചിട്ട് മാംസമില്ലാതെ എല്ല് കാണുന്ന അവസ്ഥയിലാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉള്ളത്. ആ ഖബ്ബാബാണ് നബിൻ്റെ അരികിൽ വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ? അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞതെന്നറിയോ? ഖബ്ബാബ്, നിങ്ങൾക്ക് മുമ്പ് കുറേ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് മനുഷ്യന്മാർ ഈ ആദർശവുമായിട്ട് ജീവിച്ചിട്ടുണ്ട്. അവരുടെ മാംസവും എല്ലും ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് വേർപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ഈർച്ചവാൾ കൊണ്ടുവന്ന് അവരെ 2 കഷ്ണങ്ങളാക്കി കീറി മുറിച്ചിട്ടുണ്ട്. ഫമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, പക്ഷെ അവരവരുടെ ദീനിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. ഖബ്ബാബ്, ഹദറമൗത്ത് മുതൽ സൻആ വരെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നൊരു കാലം വരാനുണ്ട്. ഖബ്ബാബ്, അയാൾ അല്ലാഹുവിനല്ലാതെ വേറൊന്നും പേടിക്കേണ്ടി വരൂല. അത്ര നിർഭയത്വമുള്ളൊരു കാലം ഇസ്ലാമിന് വരാനുണ്ട്. ഏത് സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പ്രിയ ശിഷ്യൻ്റെ കാതുകളിൽ പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. അടിച്ചമർത്തപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ. അത്രക്കും കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അനുചരനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. ഹദറമൗത്ത് മുതൽ സൻആ വരെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും. ആട്ടിൻകൂട്ടത്തെ ചെന്നായി പിടിക്കുമെന്നുള്ള പേടി ഉണ്ടായാൽ മതി, അള്ളാഹുവിനെ പേടിച്ചാൽ മതി, വേറൊരു പേടി അയാൾക്ക് ഉണ്ടാവില്ല. അത്ര സമാധാനമുള്ളൊരു കാലം ഇസ്ലാമിന് വരാനുണ്ട്. വലാകിന്നകും തസ്തഅജിലൂൻ, പക്ഷേ നിങ്ങൾ ധൃതി കാണിക്കുന്നു. അവിടെ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സമാധാനിപ്പിക്കുന്നത്? മുൻപ് കഴിഞ്ഞു പോയ ഒരു ജനതയുടെ ചരിത്രം പറഞ്ഞു കൊടുത്തിട്ടാണ്, അവരനുഭവിച്ച ത്യാഗങ്ങളും അവരെന്തൊക്കെ സഹിച്ചിട്ടുണ്ട് എന്നും ഓർമ്മപ്പെടുത്തിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് ധൈര്യം കൊടുക്കുന്നത്, സമാധാനം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചരിത്രം തീർച്ചയായിട്ടും ഒരു ഊന്നുവടിയാണ്. നമുക്ക് കുത്തിപ്പിടിക്കാൻ, കാലുകൾ ഇടറുമ്പോൾ മുറുകെ പിടിക്കാൻ. നിങ്ങൾ ചരിത്രം വായിക്കുക, ആ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട്. ചരിത്രം അറിയാത്ത കുറേ ടീം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓരൊക്കെ വഴി തെറ്റി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ചരിത്രമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്കുള്ളൊരു നിയമ പുസ്തകം കൂടിയാണ്. ചാണിന് ചാണായിക്കൊണ്ട്, മുഴത്തിന് മുഴമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരേണ്ടവരും പിൻപറ്റേണ്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും നമുക്ക് വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഉത്തമമായിട്ടുള്ള മാതൃകയാണ്. ആ നബിയിൽ നമുക്ക് നല്ല മാതൃകയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ശരിക്കും അറിയാതെ നമ്മൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുക? നബിയുടെ ജീവിതം മുഴുവൻ ഒരു തുറന്ന പുസ്തകമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. നബിയുടെ കൂടെ ജീവിച്ച മനുഷ്യന്മാർ ഓരോന്നും ഒപ്പിയെടുത്ത് അത് നമുക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഷമായിലുൻ നബി എന്ന പേരിൽ ഇമാം തിർമിദി റഹിമഹുല്ലാഹു തആലക്ക് ഒരു കിതാബുണ്ട്. ആ കിതാബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ കാര്യങ്ങളും A to Z അതിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പ് എങ്ങനെയാണ്, നബിയുടെ പാത്രം, നബിയുടെ മുടി, നബിയുടെ ചെരുപ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഇരുന്നത്, നബി എങ്ങനെയാണ് കിടന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തം എങ്ങനെയാണ്, നബിയുടെ മോതിരം എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി ചീകിയത് എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ച പഴങ്ങൾ എന്തൊക്കെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കം, നബി ഹിജാമ ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞത്, നബി സുറുമിട്ടത്, ഇങ്ങനെ A to Z കാര്യങ്ങൾ ആ കിതാബിലുണ്ട്. ആ കിതാബിലുണ്ട് കാരണം അതൊക്കെ ഇപ്പോൾ കിട്ടുന്നല്ല. നബിൻ്റെ മുടിയും നബിൻ്റെ പാത്രമൊന്നും ഇപ്പം ആരും താങ്ങിപ്പിടിച്ച് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അത് ഇന്ന് കിട്ടൂല. റബി അൽ മദ്ഖലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തെങ്കിലും ഒരു അസർ ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ വിഡ്ഢിയാണ്, കെദ്ദാബാൻ, അവൻ പെരുങ്കള്ളനാണെന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസറുകളൊന്നും ബാക്കിയില്ല. പക്ഷേ നബി എങ്ങനെയാണ് ജീവിച്ചത് എന്ന് ചരിത്രത്തിൽ കൃത്യമായിക്കൊണ്ട് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി 10 വർഷം ഖിദ്മത്ത് ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഖാദിമുർ റസൂൽ, അദത്തു ഫി റഅസി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിഹിയതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുടിയിലും താടി രോമങ്ങളിലും എത്ര മുടികൾ നരച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ എണ്ണിയിട്ടുണ്ട്. ധാരണ സുബ്ഹാനല്ലാഹ്, നബിൻ്റെ തലയിലും താടി രോമങ്ങളിലും എത്ര മുടികൾ നരച്ചിട്ടുണ്ട് എന്ന് സ്വഹാബിമാർ എണ്ണി നോക്കിയിട്ടുണ്ട്. ലോകത്ത് അതുപോലത്തെ വേറൊരു ലീഡർ ഉണ്ടായിട്ടുണ്ടോ? അതുപോലത്തെ ഒരു നേതാവ് ഹിസ്റ്ററിയിൽ വേറെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ വായിക്കുമ്പോൾ 100% പെർഫെക്റ്റായ ഒരു ഭർത്താവിനെ പറ്റിയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അണികൾക്കും അനുചരന്മാർക്കും സർവ്വസന്നദ്ധനായ, സർവസമ്മതനായ ഒരു ലീഡറിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ലോകത്ത് കഴിഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരെ വളർത്തിയെടുത്ത ഒരു അധ്യാപകനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. വഹീൻ്റെ വെളിച്ചത്തിൽ മാത്രം ദീനിനെ പറ്റി സംസാരിച്ച അവസാനത്തെ റസൂലിനെ പറ്റിയിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ലൗ അന്ന ഫാത്തിമത ബിൻതു മുഹമ്മദ് സറഖത് ലഖതഅതു യദഹ, എൻ്റെ പൊന്നുമോള് ഫാത്തിമയാണ് കട്ടതെങ്കിൽ അവളുടെ കയ്യും ഞാൻ വെട്ടുമെന്ന് പറഞ്ഞ നീതിമാനായ ഭരണാധികാരിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നല്ലൊരു മകനെ പറ്റിയിട്ട്, നല്ലൊരു മരുമകനെ പറ്റിയിട്ട്, നല്ലൊരു അമ്മോശനെ പറ്റിയിട്ട്, നല്ലൊരു ഉപ്പയെ പറ്റിയിട്ട്, നല്ലൊരു വല്യുപ്പയെ പറ്റിയിട്ട്. കാന ഖുലുഖുഹു അൽ ഖുർആൻ, എൻ്റെ പ്രിയതമൻ്റെ സ്വഭാവം ഖുർആനാണ് എന്ന് നമ്മുടെ ഉമ്മ സാക്ഷി പറഞ്ഞ ഒരു ഭർത്താവിനെ പറ്റിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നത്. സ്വന്തം നാട്ടിൽ നിന്ന്, ജനിച്ചു വീണ മണ്ണിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് നാട് വിട്ടു പോകേണ്ടി വന്ന, ആട്ടിപ്പുറത്താക്കപ്പെട്ട ഒരു പ്രബോധകനെ പറ്റിയിട്ടാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിക്കുന്നത്. ചെറുപ്പത്തിലെ ഉപ്പ നഷ്ടപ്പെട്ട, 6-ാമത്തെ വയസ്സിൽ ഉമ്മ നഷ്ടപ്പെട്ട, 8-ാമത്തെ വയസ്സിൽ താങ്ങും തണലുമായ വല്യുപ്പ നഷ്ടപ്പെട്ട ഒരു അനാഥ ബാലനെ പറ്റിയിട്ടാണ് നമ്മൾ സീറ ഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിക്കുന്നത്. എഴുത്തും വായനയും അറിയാത്തൊരു മനുഷ്യൻ അറേബ്യയിൽ എങ്ങനെയാണ് വെളിച്ചം പരത്തിയത്, അല്ല ലോകത്ത് മുഴുവൻ എങ്ങനെയാണ് വെളിച്ചം പരത്തിയത് എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മളെ പഠിപ്പിക്കുന്നത്. വാട്സാപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഇല്ലാത്ത കാലത്ത് ജീവിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ടായത്? അതിനുള്ള ഉത്തരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. പ്രിയപ്പെട്ടവരെ, ആ നബിയെ ശരിക്ക് അടുത്തറിയാൻ നമുക്ക് പറ്റണം. ആ ജീവിതം ശരിക്ക് വായിക്കുവാൻ, അത് തുടരുവാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മൾ വായിക്കുമ്പോൾ ശരിക്ക് ഖുർആനുമായിട്ട് വല്ലാത്തൊരു കണക്ഷൻ കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. ഖുർആനുമായിട്ട് വല്ലാത്തൊരു അടുപ്പം നമുക്കുണ്ടാകും. ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ വന്നതും, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടിട്ട് വറക്കയെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും പോയതും വായിച്ച ഒരാൾ സൂറത്തുൽ അലക്ക് ഓതുന്നതും, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം എന്ന ആയത്തുകൾ പാരായണം ചെയ്യുന്നത് ഒരിക്കലും ഒരുപോലെയല്ല. ആ ചരിത്രം അറിയുന്ന ഒരാളും ആ ചരിത്രം അറിയാത്ത ഒരാളും സൂറത്തുൽ അലക്ക് ഓതുന്നത് ഒരേപോലെയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ ബീവിക്കെതിരെ ഉണ്ടായ വ്യഭിചാരാരോപണത്തിൻ്റെ ചരിത്രം അറിയുന്ന ഒരാൾ സൂറത്തുൻ നൂർ ഓതുന്നതും അതറിയാത്ത ഒരാൾ സൂറത്തുൻ നൂർ ഓതുന്നതും ഒരുപോലെയല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടക്കാലത്ത് വഹി നിലച്ച ചരിത്രം അറിയുന്ന ഒരാൾ സൂറത്തുൽ ദുഹ ഓതുന്നതും അതറിയാത്ത ഒരാൾ ഓതുന്നതും ഒരിക്കലും തുല്യമാവുകയില്ല. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദൽ ഹറാം എന്ന ആയത്തോതുമ്പോൾ കിബില മാറ്റത്തിൻ്റെ ചരിത്രം നമുക്കറിയുമെങ്കിൽ ആ ആയത്തോതുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്, അത് ആ ചരിത്രം അറിയാത്ത ഒരാൾക്ക് കിട്ടൂല. ലാ തകും ഫീഹി അബദ എന്ന ആയത്ത് നമ്മൾ ഓതുമ്പോൾ മദീനയിലെ മുനാഫിക്കുകൾ ആരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്. ആ ആയത്ത് ഓതുന്ന സമയത്ത് മദീനയിലെ മുനാഫിക്കുകൾ ആരാണെന്ന് അറിയുന്ന ഒരാൾ സൂറത്തുൽ മുനാഫിക്കൂനും സൂറത്തുൽ ബക്കറയും സൂറത്തുൽ തൗബയും ഓതുന്നതും മദീനയിലെ മുനാഫിക്കുകളെ പറ്റിയിട്ട് അറിയാത്ത ഒരാൾ ഈ സൂറത്തുകൾ ഓതുന്നതും ഒരിക്കലും തുല്യമല്ല. വഅല الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت എന്ന ആയത്ത് തബൂക്കിൻ്റെ ചരിത്രവും കഅബ് ബിൻ മാലിക്കിൻ്റെ ചരിത്രവും അറിയുന്ന ഒരാൾ ഓതുന്നതും ആ ചരിത്രം അറിയാത്ത ഒരാൾ ഓതുന്നതും ഒരുപോലെയല്ല. സൂറത്തുൽ ഹുജറാത്ത് ഓതുമ്പോൾ സാബിത്ത് ഇബ്നു ഖൈസിനെ നമുക്കറിയാമെങ്കിൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ചരിത്രം നമുക്കറിയാമെങ്കിൽ നമ്മൾ ഓതുന്ന സൂറത്തുൽ ഹുജറാത്തിന് വല്ലാത്തൊരു മധുരമുണ്ടാകും. അതറിയാത്ത ഒരാൾക്ക് ആ മധുരം കിട്ടൂല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന ആയത്തോതുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാഇൻ്റെ ചരിത്രം നമുക്കറിയാമെങ്കിൽ ആ ഓത്തിന് വേറെ തന്നെ ഒരു മാധുര്യമുണ്ട്. ആരാണ് ബനു നദീർ എന്നും മദീനയിലെ ജൂതന്മാരെന്നും അറിയുന്ന ഒരാൾ സൂറത്തുൽ ഹസ്ർ ഓതുന്നതും അല്ലാത്തവർ ഓതുന്നതും തമ്മിൽ മാറ്റമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ശരിക്ക് സീറ വായിക്കുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്നത് നബിൻ്റെ ചരിത്രം മാത്രമല്ല, അവിടെ നമുക്ക് അഖീദ കിട്ടും. ആ സീറയിൽ നിന്ന് നമുക്ക് ഫിഖ് കിട്ടും. ആ സീറയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. ആ സീറയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അലിഞ്ഞു ചേർന്ന് ജീവിച്ച നബിയുടെ പ്രിയപ്പെട്ട അനുചരന്മാരെ പറ്റിയിട്ട് നമ്മൾ വായിക്കും. സുഹൈബ് ഇബ്നു സിനാൻ റൂമിയെ നമ്മൾ അടുത്തറിയും. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ നമ്മൾ അടുത്തറിയും. സൽമാനെയും ഉമ്മു സലമയെയും അബൂ സലമയെയും നമ്മൾ വായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ നമ്മുടെ ഈമാനിൻ്റെ മൂർച്ച കൂട്ടും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സീറ വായിക്കുന്ന ഒരാൾ പഠിക്കുന്നത്, അടുത്തറിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാത്രമല്ല, മറിച്ച് ഖുർആൻ കൂടിയാണ്, ഫിഖ്ഹു കൂടിയാണ്, അഖീദ കൂടിയാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക വിജയത്തിൻ്റെ യാത്രയെ പറ്റിയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. ആ യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വുളൂ കൊണ്ട് 5 വക്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഒറ്റ വുളൂ കൊണ്ട് മക്ക വിജയ ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വക്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ മക്ക വിജയത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു മസലയാണത്. ഒരു വുളൂ എടുത്തിട്ടുണ്ട്, ആ വുളൂ നഷ്ടപ്പെട്ടിട്ടില്ല. ആ വുളൂ നഷ്ടപ്പെടുന്നത് വരെ അയാൾക്ക് എത്ര വക്ത് വേണമെങ്കിലും നിസ്കരിക്കാം. മക്ക വിജയം നടക്കുന്നത് റമളാനിലാണ്. ആ യാത്രക്കിടയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ചു. അപ്പോൾ യാത്രക്കിടയിൽ നോമ്പിൻ്റെ വിധി എന്താണ്, അതിൻ്റെ വിശദമായ വിവരങ്ങൾ എന്താണ്, അത് മക്ക വിജയം വായിക്കുന്ന ഒരാളുടെ മനസ്സിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദിവസം നിസ്കാരം ഖസറാക്കി, ആ വിവരങ്ങൾ മക്ക വിജയത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം A to Z വായിക്കാനുള്ള ഒരു ശ്രമമാണ്, അതിനുള്ളൊരു മുന്നൊരുക്കമാണ് നമ്മൾ നടത്തുന്നത്. കൂടുതൽ അറിയാനും വിശദമായിട്ട് പഠിക്കാനുമൊക്കെ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോൾ നിരന്തരമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്കറിയാം. സോഷ്യൽ മീഡിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈവാഹിക ജീവിതം ഒരു വിഷയമാണ്. എല്ലാം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 6 വയസ്സായ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത് ശരിയായില്ല. 9 വയസ്സായപ്പോൾ ആയിഷ ബീവിയെ കൂട്ടിക്കൊണ്ടത് ശരിയായില്ല എന്ന് പറയുന്ന വിമർശനം കേട്ടിട്ട് എല്ലാം ഞങ്ങൾ അംഗീകരിക്കും, പക്ഷേ ആയിഷ ബീവിയുമായിട്ടുള്ള കല്യാണം ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയുന്നവർ ഈ ഉമ്മത്തിലുണ്ട്. എങ്ങനെ അവരുണ്ടായത്? അവർക്കറിയില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ പറ്റിയിട്ട്, ഇസ്ലാമിൻ്റെ അടിമത്ത നിയമത്തെ പറ്റിയിട്ട് വളരെ വികൃതമായിട്ട് അവതരിപ്പിക്കുന്ന ചാനലുകളുടെ മുമ്പിൽ പോയിരിക്കുകയാണ്. ആദ്യം അവർ ഇസ്ലാമിൻ്റെ അടിമത്ത നിയമം എന്താണ്, അതിൻ്റെ ABCD എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവില്ല. ആദ്യം കേൾക്കുന്നത് വിമർശകരുടെ സംസാരമാണ്. എന്നിട്ട് ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ വായിക്കുമ്പോൾ, നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ അതിനൊക്കെ ഉള്ള ഉത്തരമാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഏതായാലും ഇതൊരു ശ്രമമാണ്. 100% ഇഖ്ലാസോടുകൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമാവുക. ഇതൊരു തുടക്കമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ നമുക്ക് പറയണം. അതിനിടയിലുള്ള
പാഠങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളണം, അത് ജീവിതത്തിൽ പകർത്തണം. നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ഇഖ്ലാസ് ഉള്ളവരാണോ അതനുസരിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവുക. ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടണം. ഇവിടെ നിന്ന് നമ്മൾ കേൾക്കുന്ന വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് നേരിട്ട് ചോദിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെ അരികിൽ ചെന്നിട്ട് അവരോട് നമുക്ക് സംസാരിക്കണം. ബദറും ഉഹദും ഹന്തക്കും തബൂക്കും ഹുനൈനും ഒക്കെ നമുക്ക് കഥകളാണ്, നമുക്ക് ചരിത്രമാണ്. പക്ഷേ സഹാബിമാർക്ക് അതൊക്കെ ജീവിതാനുഭവങ്ങളാണ്. അവരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മത്തസ്സാ, അള്ളാഹുവിൻ്റെ റസൂലെ എപ്പോഴാണ് അന്ത്യസമയം? വമാ അഅദത്ത ലഹ, നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? അതാണ് നബി തിരിച്ചു ചോദിച്ചത്. എൻ്റെ അടുത്ത് കുറേ നിസ്കാരവും കുറേ നോമ്പും ഒരുപാട് സ്വതക്കകളൊന്നുമില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, പക്ഷേ ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെയാണ് നീ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൻത മഅ മൻ അഹ്ബബ്ത എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെക്കാളും ഞങ്ങളെ സന്തോഷിപ്പിച്ച വേറൊരു വാക്കുണ്ടായിട്ടില്ല. ഞങ്ങൾ നബിയെപ്പോലെയോ അബൂബക്കറിനെ പോലെയോ ഉമറിനെ പോലെയോ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അവരോടൊക്കെ ഉള്ള സ്നേഹം കൊണ്ട് അവരുടെ കൂടെ എത്തിച്ചേരാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആത്മാർത്ഥമായിക്കൊണ്ട് നബിയെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആ നബിയെ അടുത്തറിയണം. ആ അടുത്തറിയാനുള്ള അവസരമായിക്കൊണ്ട് ഈ സീറ പഠനത്തെ നമ്മൾ കാണുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഏറ്റവും നല്ല നിലക്ക് സ്വീകാര്യോഗ്യമായ ഗ്രന്ഥങ്ങളിൽ നിന്ന്, പ്രമാണങ്ങളിൽ നിന്ന് ഇത് നിങ്ങൾക്ക് എത്തിച്ചേരാനും അത് നിങ്ങൾക്ക് ഗ്രഹിക്കാവുന്ന വിധത്തിൽ അവതരിപ്പിക്കുവാനും അത് ഉപകാരപ്പെടുവാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.